Myself Alfie Joseph, Assistant Professor to P Department, SNIT, Adobe. Flexible AC Transmission System Module 1 revision. This is revision number 7. Power transfer equation in the V1 V2 sin delta by x. X control chain series shunt compensation. ഇനി നെക്സ്റ്റ് ഡെൽറ്റാനെ കൺട്രോൾ ചെയ്യാം, അതായത് ഫേസ് ആംഗിൾ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് പവർ ട്രാൻസ്ഫറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ട്രാൻസ്മിഷൻ പ്രാക്ടിക്കൽ പവർ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് ട്രാൻസ്മിഷൻ ലൈൻ്റെ ഒപ്റ്റിമൽ ലോഡിങ്ങിന് പ്രിവെയിലിംഗ് ട്രാൻസ്മിഷൻ ആംഗിൾ വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ആ കേസിൽ നമുക്ക് ട്രാൻസ്മിഷൻ ആംഗിളിനെ വേരി ചെയ്യുക അല്ലെ കൺട്രോൾ ചെയ്യും, അതുവഴി പവറിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി ഒരു ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കും. Now let us consider a two-machine model in which a phase angle regulator is inserted between the sending end generator and the transmission line. So sending end, receiving end, idakku phase angle regulator ne insert cheyyunnundu in between the sending end and transmission line. Sending end voltage Vs aayirunnu. Phase angle regulator nu parnal oru AC voltage source with controllable amplitude and phase angle. ഇപ്പോൾ വി സിഗ്മ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആംഗിൾ സിഗ്മ, വോൾട്ടേജ് വി, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി സിഗ്മ. സോ എഫക്റ്റീവ് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ആണ് വി എസ് എഫക്റ്റീവ്. ഇതും ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ഇവിടെ നിന്നുള്ള വോൾട്ടേജിനെ ആഡ് ചെയ്യും. ഇപ്പോൾ വി എസ് എഫക്റ്റീവ്, വി ആർ റിസീവിങ് ആൻഡ് വോൾട്ടേജ്, ട്രാൻസ്മിഷൻ ലൈൻ റിയാക്ടൻസ് എക്സ്, കറണ്ട് ഐ. അങ്ങനെയാണെങ്കിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം വി എസും വി ആറും തമ്മിലുള്ള നോർമൽ ട്രാൻസ്മിഷൻ ആംഗിൾ ഡെൽറ്റ ആയിരുന്നു. ഇനി ഇതിൻ്റെ കൂടെ Vx at sigma equal to 0 ഉണ്ട്, Vx at sigma minus sigma ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ പ്ലസ് വി സിഗ്മ മൈനസ് വി സിഗ്മ എഴുതും. അപ്പം പ്ലസ് വി സിഗ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും മൈനസ് വി സിഗ്മ ഇങ്ങോട്ടും. അപ്പം ഇതിന് കറസ്പോണ്ടിങ് വി ആർ ഇന്ന് ഇങ്ങോട്ട് വരുന്നതാണ് എന്താ, വി എക്സ് അറ്റ് സിഗ്മ ഈക്വൽ ടു 0. ഇതാണെങ്കിൽ വി എക്സ് അറ്റ് സിഗ്മ മൈനസ് സിഗ്മ, ഇതാണെങ്കിൽ വി എക്സ് അറ്റ് പോസിറ്റീവ് സിഗ്മ. അതായത് ട്രാൻസ്മിഷൻ ലൈൻ റിയാക്ടൻസ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിനെയാണ് ഈ കാണിച്ചത്. ഇനി നമുക്ക് നോക്കേണ്ടത് പി എസിന്റെ കൂടെ പ്ലസ് വി സിഗ്മ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് വി എസ് എഫക്റ്റീവ് പ്ലസ് സിഗ്മ എന്ന് പറയും. അതേപോലെ വി എസിന്റെ കൂടെ മൈനസ് വി സിഗ്മ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താ, വി എസ് എഫക്റ്റീവ് ഓഫ് മൈനസ് സിഗ്മ ആംഗിളാണ്. അപ്പം ഇത്ര ആംഗിൾ ഡെൽറ്റ ആയിരുന്നു, ഇത്ര ആംഗിള് സിഗ്മ ആണ്. സോ ഈ ഡെൽറ്റയിന്ന് സിഗ്മ പോയാൽ എന്ത് വരും, ഡെൽറ്റ മൈനസ് സിഗ്മ ആംഗിൾ ആണ് ഏതൊക്കെ തമ്മിൽ വന്നത്, ഈ വി എസ് എഫക്റ്റീവ് മൈനസ് സിഗ്മയും വി ആറും തമ്മിൽ വന്നത്. അതേസമയത്ത് വി എസ് എഫക്റ്റീവ് പ്ലസ് സിഗ്മയും വി ആറും തമ്മിൽ എത്രയാണ് വന്നത്, ഡെൽറ്റ പ്ലസ് സിഗ്മ വരും. ഇനി ഇത്രയാണ് ഫേസർ ഡയഗ്രത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ വേരി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഈ എഫക്റ്റീവ് സെൻഡിങ് ആൻഡ് വോൾട്ടേജിനെ വേരി ചെയ്യാൻ പറ്റും. ഇനി നോക്കിക്കേ, പവർ വേഴ്സസ് ഡെൽറ്റ ആംഗിൾ. നമ്മൾ നോർമലി നമുക്കറിയാം പവർ മാക്സിമം ആവുന്ന π/2 ആണ് റിയൽ പവറിൽ. പക്ഷെ ഇവിടെ മാക്സിമം π/2 തന്നെയാണ്. പക്ഷെ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് വഴി ഈ മാക്സിമം പവർ നിൽക്കുന്ന റേഞ്ചിനെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. π/2 തൊട്ട് പൈ വരെ അതെന്തുവാ മാക്സിമത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്, അതിനുശേഷമാണ് സീറോയിലോട്ട് കൺവേർജ് ചെയ്ത് വരുന്നത്. സോ സിഗ്മ ആംഗിൾ നോർമലി പവർ എങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോവുമായിരുന്നു. പക്ഷെ ഇത് നോക്കിക്കേ, ഈ റേഞ്ച് കൂട്ടി നമുക്ക് കിട്ടി യൂസിങ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ എന്ത് വന്നു, വി സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു സൈൻ ഓഫ് ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് സിഗ്മ. എഫക്റ്റീവ് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എസ് എഫക്റ്റീവ് ബിക്കം സം ഓഫ് existing sending end voltage and the voltage provided by the phase angle regulator, അതായത് വി സിഗ്മ. അപ്പോൾ വി എസ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാലും സിഗ്മ ഇപ്പോൾ വളരെ ചെറുതാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി എസ് തന്നെയാണ്, ദാറ്റ് ഈക്വൽസ് വി. Phase angle regulation, it is done to keep the transmitted power at the desired level independent of the existing transmission angle delta in a predetermined operating range. ഇപ്പോൾ desired level പവറിനെ കീപ്പ് ചെയ്യും. അപ്പോൾ എന്താ, ഡെൽറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ ട്രാൻസ്മിറ്റഡ് പവറിനെ അതിൻ്റെ ഡിസൈഡ് ലെവലിൽ കീപ്പ് ചെയ്യാൻ പറ്റും. Thus the power can be kept at its peak value after angle delta exceeds π/2.
by controlling the amplitude of quadrature voltage V sigma so that effective phase angle delta minus sigma between the sending end and receiving end stays at pi by 2. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഇഞ്ചെക്ട് ചെയ്യുന്ന ക്വാഡ്രേച്ചർ വോൾട്ടേജ് വി സിഗ്മയുടെ ആംപ്ലിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ആ സിഗ്മനെ നമുക്ക് കൺട്രോൾ ചെയ്യുവാണ്. എഫക്റ്റീവ് ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മൈനസ് സിഗ്മ. സെൻഡിങ് എൻഡ് റിസീവിങ് എൻഡ് വോൾട്ടേജും എവിടെ തന്നെ നിൽക്കും, പൈ ബൈ 2 തന്നെ നിൽക്കുന്ന വിധത്തിലാണ് ആ വോൾട്ടേജ്. ഈ ആംഗിൾ എഫക്റ്റീവ് ആംഗിൾ പൈ ബൈ 2 തന്നെ നിൽക്കുമ്പോൾ എന്താ, പവർ അതിൻ്റെ മാക്സിമം ഡിസൈഡ് ലെവലിൽ തന്നെ നിൽക്കും. അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഇഞ്ചെക്ട് ചെയ്യുന്ന വോൾട്ടേജ് അതിനെ കൺട്രോൾ ചെയ്യുന്ന വഴി സിഗ്മാനെ ഡെൽറ്റ മൈനസ് സിഗ്മാനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അത് പൈ ബൈ 2 തന്നെ നിലനിർത്തി നമുക്ക് പവർ മാക്സിമം ആവുന്ന റേഞ്ച് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതാണ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മൊഡ്യൂൾ 4 പഠിച്ചായിരുന്നു. Conclusion. In this way, the actual transmitted power can be increased significantly. With the phase angle control, the effective phase angle between sending end and receiving end voltages becomes delta minus sigma, and with this, the transmitted power P and the reactive power demands at the ends of the line can be expressed as P equals V square by X into sine of delta minus sigma, and Q is equal to V square by X into 1 minus cos of delta minus sigma.